ഡോക്ടർ കെ പി പ്രേംകുമാർ ഇപ്പോൾ നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു സംസ്ഥാനം മാത്രം ഡൽഹിയിൽ പോയി ജന്തർ മന്ദറിലിരുന്ന് സമരം ചെയ്തത് കൊണ്ടുണ്ടാകുന്ന അതുപോലെ അല്ല ഒരുപക്ഷെ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അവിടെ പോയി സമരം ചെയ്യുമ്പോൾ ഉണ്ടാകുക, പല പാർട്ടികൾ അതിനെ പിന്തുണയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കിയുള്ള ഒരു സമര രീതി തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ കേരളവും കർണാടകവും ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. CPM കർണാടകത്തോട് കാണിച്ചിരിക്കുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതുപോലെ ഒരു നിലപാടെടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ VD സതീശനൊക്കെ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ താങ്കളുടെ മുമ്പിൽ ഉണ്ടല്ലോ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സന്ദേശമാണ് സിദ്ധരാമയ്യയും കൂട്ടരും നൽകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിന്റെ പേര് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് സുധാകരൻ എന്നുള്ള S എന്നോ VD സതീശ് എന്നുള്ള VD എന്നെങ്ങാണ്ട് പേര് മാറ്റേണ്ട സമയം എപ്പോഴോ ആയി. എന്നുവെച്ചാൽ എല്ലാ സമയത്തും നമ്മൾ കാണുന്നതാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ ചിലപ്പോൾ വൈകിട്ടാണെങ്കിലും ചിലപ്പോൾ സമയത്താണെങ്കിലും ഒരു നിലപാടുണ്ടാവും. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വേറൊരു നിലപാടാണ് ഉണ്ടാവുക. അത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇപ്പം ED CBI പോലുള്ള ഏജൻസികളെ എങ്ങനെയാണ് BJP സർക്കാർ NDA സർക്കാർ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വളരെ കൃത്യമായ നിലപാടുണ്ട്. അവർ വളരെ വിശദമായിട്ട് ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് അന്ന് VD സതീശൻ അല്ല പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ED-യെയും CBI-യെയും വാനോളം പുകഴ്ത്തുകയായിരുന്നു. കാരണം ഇവരുടെ വിചാരം ED-യും CBI-യും വന്നിട്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. യുവതീ പ്രവേശനം, അതായത് ക്ഷേത്രങ്ങളിൽ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി നിലപാടിനെ പറ്റിയിട്ട് AICCയുടെ നിലപാട് ഒന്നായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് വേറൊന്നായിരുന്നു. അന്നായിരുന്നു രമേശ് ചെന്നിത്തലയോ സുധാകരനോണെന്ന് അറിയില്ല, രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കാര്യം നോക്കിയാൽ മതി, കേരളത്തിലെ കാര്യം നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർ ഇവിടുത്തെ അവരുടെ കഴിഞ്ഞുകൂടിപ്പോക്കുണ്ടല്ലോ, നിത്യനിദാന ചെലവുകൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിനേക്കാൾ കൂടുതൽ രാജ്യത്ത് നടക്കുന്ന നീതി ആയോഗ് പോലെയുള്ള ഔദ്യോഗികമായ ഭരണഘടനാ സ്ഥാപനങ്ങൾ നടത്തുന്ന സകല പഠനങ്ങളിലും ഒരു വിധപ്പെട്ട എല്ലാ മേഖലകളിലും, അതായത് സുസ്ഥിരമായിട്ടുള്ള സമൂഹത്തിന്റെ സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന്റെ എല്ലാ ഇൻഡെക്സിലും ഒന്നാമതോ രണ്ടാമതോ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പല കാര്യങ്ങളിലും അത് കർണാടകയേക്കാൾ എത്രയോ മുകളിലാണ്. കേരളത്തിനേക്കാൾ എത്രയോ 4-5 മടങ്ങ് വിഭവശേഷിയുള്ള സംസ്ഥാനമാണ് കർണാടക. ശ്രീകുമാറിന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഓർക്കാൻ പറ്റുമെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സിന്റെ എണ്ണം, അതായത് കക്കൂസുള്ള വീടുകളുടെ എണ്ണം ദേശീയ ശരാശരി എന്ന് പറയുന്നത് 40%. 100 വീടുകൾ ഉണ്ടാകുമ്പോൾ 40 വീടുകളിലാണ് കക്കൂസ് ഉള്ളത്. അത് ദേശീയ ശരാശരിയാണ്. കർണാടകയിൽ അത് 35ആണ്, കേരളത്തിൽ അത് 95ആണ്. ഒരു ചെറിയ കാര്യമാണ്. അല്ലെങ്കിൽ നോക്കൂ, കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് PSC വഴി സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 6 മാസം കൊണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസക്കാലത്ത് കേരളത്തിൽ 15,146 പേരെ PSC വഴി നിയമിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കേരളത്തിന് 3 ഇരട്ടി വലിപ്പമുള്ള കർണാടകത്തിൽ 1,494 പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ PSC വഴി ആളുകളെ എടുക്കുക എന്നുള്ളത് കക്കൂസിന്റെ എണ്ണമാവട്ടെ, പ്രൈമറി സ്കൂൾ തലത്തിലുള്ള സംഗതികളാവട്ടെ, ഇനി അത് വിട്ടിട്ട് IT എക്സ്പോർട്ട് എടുത്തോളൂ നിങ്ങൾ. IT എക്സ്പോർട്ട്, നമ്മുടെ ധാരണ ബാംഗ്ലൂരാണ് ഭയങ്കര IT ഹബ് എന്നാണല്ലോ. ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിന് IT മേഖലയിൽ IT എക്സ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള വർധനവ് 150% കൂടുതലാണ്. 150% കൂടുതലാണ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസിൽ ഒന്നായിട്ട് പല ഏജൻസികളും പല തവണയായി കേരളത്തെ തെരഞ്ഞെടുക്കുന്നു. ഒരു തവണ 3 മാസം മുമ്പ് നിർമ്മലാ സീതാരാമൻ പോലും പറഞ്ഞു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണെന്നിരിക്കലും കേരളം എന്നുള്ളത് സോമാലിയാണെന്നും ഇന്ത്യയിൽ മനുഷ്യന് വൃത്തിയോടെ ജീവിക്കാൻ പറ്റാത്ത ഇടമാണെന്നുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്ന ഒരേ ഒരു സംഘടനയെ ഇന്ത്യയിലുള്ളൂ, ഒരേ ഒരു പ്രസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ, ഒരേ ഒരു ചിന്താധാരയെ ഇന്ത്യയിലുള്ളൂ. അത് സംഘപരിവാറിൻ്റെതാണ്. ആ ചിന്തയോടൊത്ത് ആ പ്രചരണത്തിനോടൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് സുധാകരനാണോ സുരേന്ദ്രനാണോ KPCC പ്രസിഡന്റ് എന്ന്, അല്ലെങ്കിൽ സുധാകരൻ KPCC പ്രസിഡന്റ് ആണോ കേരള BJPയുടെ പ്രസിഡന്റ് ആണോ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ അടിച്ചു പോകുന്നത്. ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ തകിടം മറിക്കുക, അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കുക എന്നുള്ള നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിനേക്കാൾ മുമ്പേ പഞ്ചാബും തമിഴ്നാടും ഒക്കെയാണ്.
ഈ കാര്യത്തിൽ AICCക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. BJP സർക്കാർ ഇവർ ഗവർണർമാരെ, സംഘപരിവാർ നോമിനികളായ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്നു എന്നുള്ളത്. KC വേണുഗോപാലിന്റെ നിലപാട് അതായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് ഒരു യോഗ്യതയുമില്ലാത്ത സംഘപരിവാർ നോമിനികളെ എന്താ പറയാ നോമിനേറ്റ് ചെയ്ത സമയത്ത് അന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരെടുത്ത നിലപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. KSU ഒരു എന്താ പറയാ ഒരു ചെറിയ പ്രതിഷേധം പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഗവർണർ പോകുന്ന വഴിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു SFIയുടെ പ്രവർത്തകർ. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർക്കെതിരെ കേരളത്തിൽ CPM ഭരിക്കുന്ന കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ അവർക്കെതിരെ 124 കേസ് ചാർജ് ചെയ്തു. യൂത്ത് കോൺഗ്രസ്സുകാർ കേരളം മുഴുവൻ, KSUക്കാർ, കോൺഗ്രസ് പ്രൊഫൈലുകൾ ഇത് ആഘോഷിക്കുകയായിരുന്നു. അവർ പറയണത് എന്താണെന്നറിയോ? പഠിക്കേണ്ടുന്ന, ജോലി കിട്ടേണ്ടുന്ന കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരുടെ ഭാവി നശിപ്പിക്കുന്ന SFI പോലുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്ന്. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ MP ആണ്. അദ്ദേഹം ലോക്സഭയിൽ ആകപ്പാടെ സംസാരിച്ചിട്ടുള്ള 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സിൽവർ ലൈൻ കേരളത്തിൽ വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് SFIയെ നിരോധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഒരു വികസനവും നടക്കരുത്, കേരളം മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഇടമാവണം എന്ന് ആശിക്കുന്ന സംഘപരിവാറിന്റെ ഒപ്പം നിന്നുകൊണ്ട് കേരളത്തിന്റെ വികസന പദ്ധതികളെ തകിടം മറിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉപരോധത്തിനെതിരെ, സാമ്പത്തിക അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ അവർ പങ്കെടുക്കില്ല. അവർക്ക് അത് ഏത് തരത്തിൽ വേണമെങ്കിലും അവരതിനെ പൊളിക്കാനാണ് ശ്രമിക്കുക. ശ്രീകുമാർ എത്ര കൂളായിട്ട് അവിടുന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയാൽ നിലവിലുള്ള ഖജനാവിൽ നിന്ന് ബാക്കി കാശ് കൂടെ പോകുന്നുള്ളത്. ഇവർക്ക് ഓരോ സമയം വരുമ്പോഴും എന്താണോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക. അത് എങ്ങനെ സംഘപരിവാറിന്റെയും NDAയുടെയും സർക്കാരിന് എതിരാവാതെ എന്ന് അവർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. ഇടതുപക്ഷ സർക്കാരിനെതിരെ, അത് ജനങ്ങളുടെ സർക്കാരാണെങ്കിൽ പോലും അതിനെങ്ങനെ എതിരാവണം എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സംഘി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന സാധനങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പൊതുയോഗങ്ങളിലും അല്ലാത്തിടങ്ങളിലും ചർച്ചകളിലൊക്കെ പറയുകയും ചെയ്യും. ഇവർ തമ്മിൽ അന്തരമില്ലാതാവുകയാണ്. പക്ഷേ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അങ്ങനെ ആവില്ല, അങ്ങനെ ആവാൻ പാടില്ല. നേരത്തെ രാജീവ് സർദേശായാണ് പറഞ്ഞത് കേരളം ഇന്ന് ചെയ്യുന്നത് നാളെ ഇന്ത്യ കോപ്പി ചെയ്യും എന്നുള്ളത്. ഡൽഹിയിൽ ചെന്ന് പ്രത്യക്ഷ രാഷ്ട്രീയ സമരം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് കേരളത്തിലെ LDF ഗവൺമെന്റ് ആണ്, CPIM ആണ്. അതിന്റെ പിന്നാലെയല്ല കർണാടകം വരുന്നത്, മുന്നാലെയാണ്. കാരണം 8-ാം തീയതിയാണ് കേരളത്തിന്റെ സമരം, 7-ാം തീയതിയാണ് കർണാടകയുടെ സമരം വരുന്നത്. VD സതീശനും K സുധാകരനും എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിലപാടുണ്ടെങ്കിലേ നിലപാടെടുക്കേണ്ട പ്രശ്നമുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അവർക്ക് ആ സമയത്ത് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ പറയും. ജനങ്ങളിൽ നിന്ന് 2 തരത്തിലും കോൺഗ്രസ്, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സംഘബലം കുറയുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് അവർക്ക് നിലപാട് എന്നുള്ളതൊന്നും ഇല്ലാതായി പോവുക എന്നുള്ളതാണ്. ഈ 2 അർത്ഥത്തിലും എല്ലാ ചർച്ചയിലും പറയുന്ന പോലെ കേരളത്തിൽ എന്താ പറയാ ഒരു പ്രോപ്പറായി നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം പോലും ആവാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും ഇത് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. കൃത്യമായ കണക്കുകൾ വെച്ചാണ് LDF സംസാരിക്കുന്നത്, സർക്കാർ സംസാരിക്കുന്നത്. കണക്കുകൾ വെച്ച് തന്നെയാണ് കർണാടകയും ഈ കേന്ദ്ര അവഗണന എന്നുള്ള യാഥാർത്ഥ്യത്തിനെതിരെ പ്രതികരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെയാണ് പറയുക. ക്ലിഫ് ഹൗസിന്റെ മതിലിന് പെയിന്റ് അടിച്ചില്ലേ, പശുവിന് എന്താ പറയാ ആല ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ഉള്ള പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒറ്റ കാര്യം കൂടെ, പ്രോമിസ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്നുള്ളത്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നുള്ളത് കൃത്യമായി ഫോളോ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത് കഴിഞ്ഞ LDF ഗവൺമെന്റ് ആയിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്, ഞങ്ങൾ ചെയ്തത് ഇന്നത്, ചെയ്യാൻ ബാക്കിയുള്ള 4 കാര്യങ്ങൾ. രണ്ടാമത്തെ തവണ അതുപോലെ മറ്റൊരു പ്രകടന പത്രിക കൊണ്ടുവരികയും ഓരോ മാസവും ഓരോ വർഷവും അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സർക്കാർ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിലാണ്. അപ്പോഴാണ് പറയുന്നത് 6 മാസം കൊണ്ട് പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ല. ഏറ്റവും പോപ്പുലിസ്റ്റായ 4 കാര്യങ്ങളാണ്. ബസ്സിന്റെ ചാർജ് കുറയ്ക്കും, പാലിന്റെ വില കുറയ്ക്കുന്നുള്ള പോലുള്ള കാര്യങ്ങളാണ്. അതല്ല ഒരിക്കലും ഒരു സമൂഹത്തിന്റെ പുരോഗതിയോ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന്റെയോ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ.